BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. CPM വിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരെ തിരികെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് തന്റെ വീഴ്ചയായിപ്പോയെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MV ജയരാജൻ. പയ്യന്നൂരിൽ നിന്ന് വിജയിച്ച V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ നിന്ന് ജയിച്ച TK ഗോവിന്ദനും തെറ്റുതിരുത്തിയാൽ തിരിച്ചു വരാമെന്ന് തന്റെ പ്രസ്താവന തെറ്റിപ്പോയെന്നാണ് ജയരാജൻ ഏറ്റുപറഞ്ഞത്. പാർട്ടി അത്തരം നിലപാടെടുക്കാതെ ജയരാജൻ പരസ്യ പ്രസ്താവന നടത്തിയത്. അതേസമയം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് മറ്റു നേതാക്കൾ വിമർശിച്ചു. ആരും ജയരാജനെ പിന്തുണച്ചതുമില്ല. ഇതോടെയാണ് തനിക്ക് വീഴ്ച പറ്റിയെന്നും സ്വയം വിമർശനപരമായി അത് ഉൾക്കൊള്ളുന്നുവെന്നും യോഗത്തിൽ ജയരാജൻ തുറന്നു പറഞ്ഞത്. CPM-ന് കടുത്ത ആഘാതമുണ്ടാക്കിയാണ് കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നത്. UDF പാളയത്തിലെത്തിയാണ് അവർ മത്സരിച്ചതും ജയിച്ചതും. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പോലും അവർ മാറിയിട്ടില്ല. അതേസമയം നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ ആവർത്തിക്കുകയും പാർട്ടിക്കെതിരായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ആ ഘട്ടത്തിൽ അവരെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് ഒരു നേതാവിൽ നിന്നുണ്ടാകേണ്ടതില്ല എന്ന് മറ്റു നേതാക്കൾ കൂട്ടത്തോടെ വിമർശിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണത്തിലും വിമർശനമുണ്ടായി. മാധ്യമങ്ങൾക്ക് ചർച്ചയുണ്ടാക്കുന്നതും വിധം വിമതരുടെ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും യോഗത്തിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹം ഇതിലൊന്നും പ്രതികരിച്ചില്ലെന്നാണ് വിവരം. അതേസമയം UDF സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾ തുടങ്ങേണ്ടതുണ്ടെന്നും യോഗം വിലയിരുത്തി. വിഴിഞ്ഞം പദ്ധതിയിൽ അദാനി ഗ്രൂപ്പ് ആധിപത്യം ശക്തമാക്കുന്ന പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ പോരായ്മയുണ്ടെന്നും UDF-ൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും അത് രാഷ്ട്രീയ പ്രചാരണമായി ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും യോഗം വിലയിരുത്തി. അതേസമയം LDF യോഗം ചേരാത്തതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഒഴിവാക്കണമെന്നാണ് മറ്റൊരു തീരുമാനം. ഇതിനായി ഇടതു മുന്നണി യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.